അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി ഫോണിൽ സംസാരിച്ചു എന്നുള്ള വിവരങ്ങൾ ഏതാണ്ട് 1 മണിക്കൂറോളം സംസാരിച്ചു. ഇറാന്റെ ആണവ ഭീഷണി പൂർണ്ണമായും അവസാനിപ്പിക്കുന്ന രീതിയിൽ മാത്രമേ അവരുമായി ഏതൊരു അന്തിമ കരാറും രൂപീകരിക്കാവൂ എന്നാണ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും തമ്മിൽ ധാരണയായത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇരു നേതാക്കളും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിനിടയിലാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. ചർച്ച വിജയകരമായിരുന്നുവെന്ന് ട്രംപ് പിന്നീട് വ്യക്തമാക്കുന്നുണ്ട്. ഇറാനിലെ യുറേനിയൻ സമ്പുഷ്ടീകരണശാലകൾ പൂർണ്ണമായും നിർത്തലാക്കണം, നിലവിൽ സമ്പുഷ്ടീകരിച്ച ഇറാന്റെ ആണവ സാമഗ്രികൾ പ്രദേശത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് മാറ്റണം എന്നിവയാണ് അത്യാവശ്യമായി നടപ്പിലാക്കേണ്ടത് എന്ന് നെതന്യാഹു പ്രസ്താവനയിൽ അറിയിക്കുകയാണ്. ഇറാൻ ഒരു കാരണവശാലും ആണവായുധം കൈക്കലാക്കില്ല എന്ന തങ്ങളുടെ നയത്തിൽ മാറ്റമില്ലെന്നും ഇരുവരും വ്യക്തമാക്കുന്നത് പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നു. ഇവിടെയാണ് കാർത്തിക് ഈ ട്രംപ് സമാധാന ചർച്ചകൾ വേണമെന്ന് ആവശ്യപ്പെടുന്നു. നേരത്തെ തന്നെ ട്രംപും നെതന്യാഹുവുമായി ചില പ്രശ്നങ്ങളുണ്ട് ഈ വിഷയത്തിൽ എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ നെതന്യാഹുവുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണോ ട്രംപിന്റെ നിലപാടിൽ വീണ്ടും ഒരു മാറ്റം വന്നത് എന്നുള്ളതാണ്. അതായത് തിടുക്കപ്പെട്ടൊരു കരാർ വേണ്ട, അത് എല്ലാ കാര്യങ്ങളിലും വ്യക്തത വന്നതിന് ശേഷം മതി എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് നെതന്യാഹുവുമായുള്ള സംസാരത്തിന് ശേഷമാണോ എന്ന് നമ്മൾ സംശയിക്കണം. ഇസ്രയേലിനെ കൂടി വിശ്വാസത്തിലെടുത്ത് മാത്രമേ ഒരു സമാധാന കരാറിലേക്ക് എത്താൻ ഈ ഘട്ടത്തിൽ അമേരിക്കയ്ക്ക് സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഭാഗമായായിരുന്നു കഴിഞ്ഞ ദിവസം ട്രംപ് നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ചത്. ഈ ആശയവിനിമയത്തിലടക്കം നെതന്യാഹു വ്യക്തമാക്കിയത് ഇറാനെ ആണവായുധം സ്വന്തമാക്കാൻ അനുവദിക്കില്ല, അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല എന്നുമാണ്. സ്വാഭാവികമായും ആ ഘട്ടത്തിൽ തന്നെ അവരുടെ നിലപാട് നെതന്യാഹു പരസ്യമാക്കുകയും ചെയ്തു. അമേരിക്കയും സഖ്യകക്ഷികളും ആക്രമിക്കില്ല എന്നതാണ് ഈ സമാധാന കരാറിലെ ധാരണാപത്രത്തിലെ ഒരു സുപ്രധാന നിബന്ധന. അതായത് ഇസ്രയേൽ കൂടി തങ്ങളെ ആക്രമിക്കില്ല എന്ന് ഉറപ്പുവരുത്തുന്നതാകണം നിലവിൽ സമാധാന കരാറിലുള്ള ധാരണാപത്രത്തിലെ നിബന്ധനകളിൽ പ്രധാനം എന്നൊരു നിലപാട് ഇറാനുണ്ട്.